ആ ഹായ് ഫ്രണ്ട്സ്, ഇതാ ഇതിൻ്റെ പുറകിൽ കാണുന്നത് ഛത്തീസ്ഗഡിലെ സെക്ടർ നമ്പർ 70 ഫുട്ബോൾ ഗ്രൗണ്ടാണ്. കുട്ടികൾ ഫുട്ബോൾ കളിക്കുകയാണ് കേട്ടോ. കണ്ടോ, കുട്ടികളുടെ ഫുട്ബോൾ കളിക്കുകയാണ്. ഇത് ഈ സെക്ടർ നമ്പർ 17 പിന്നെ പഞ്ചാബിലെ മൊഹാലിയാണ് ഇവരുടെ പ്രധാന സിറ്റി. മൊഹാലി സിറ്റിയിൽ നിന്ന് ഏകദേശം 22 കിലോമീറ്റർ മാറിയാണ് ഇരിക്കുന്നത്. പിള്ളേർ ഫുട്ബോൾ കളിക്കുകയാണ്. 22 കിലോമീറ്റർ മാറിയാണുള്ളത്. ഇവിടെ നിന്ന് ഏകദേശം 22 കിലോമീറ്റർ അപ്പുറത്താണ് മൊഹാലി ടൗണും നമ്മുടെ ഛത്തീസ്ഗഡ് എയർപോർട്ടൊക്കെ വരുന്നത്. എയർപോർട്ടിലെ ഒരു പ്രത്യേകതയുണ്ട്, നമ്മുടെ പാകിസ്ഥാനോട്ട് ഏറ്റവും അടുത്ത സ്ഥലമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ യുദ്ധവിമാനങ്ങളൊക്കെ ഇവിടെയാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ അവിടെ അതുകൊണ്ട് റെസ്ട്രിക്ഷനാണ്. ഇപ്പോൾ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഈ ഗ്രൗണ്ട് വഴി യാത്ര ചെയ്യണവരെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഈ എയർപോർട്ട് വഴി യാത്ര ചെയ്യണവരെപ്പോഴും മനസ്സിലാക്കേണ്ടത്, അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയൊന്നും ചെയ്യരുത്. ഒരു പക്ഷേ പിടിക്കപ്പെട്ട് കഷ്ടകാലത്തിന് ചോദ്യം ചെയ്യപ്പെടാം. ചോദ്യം ചെയ്യാനൊക്കെ വച്ച് കഴിഞ്ഞാൽ പിന്നെ ആകെ റിസ്കി ജോബാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതൊരു വശത്ത്. ഞാൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അതുകൊണ്ട് കുട്ടികൾ ബാക്കിൽ ഫുട്ബോൾ കളിക്കുകയാണ്. കണ്ടോ, ബാക്കിൽ നമുക്ക് ഇന്ത്യയുടെ ഫ്ലാഗ് പറക്കണതാണ്. ബാക്കിൽ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പഞ്ചാബൊക്കെ സന്ദർശിക്കാൻ പറഞ്ഞവർ വളരെ ശ്രദ്ധയോടെ വേണം വരാൻ. വന്നിട്ട് എയർപോർട്ടിൽ പുറത്തൊന്നും കുഴപ്പമില്ല കേട്ടോ, ഇവിടെയൊന്നും കുഴപ്പമില്ല. ഇവിടെയൊക്കെ ആർമിയും, കാരണം ഇവിടെയൊക്കെ ഡെവലപ്മെൻറ്റൊക്കെ മിക്കവാറൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കുട്ടികൾ, അവരുടെയൊക്കെ മക്കളാണ് ഈ കളിക്കുന്നതൊക്കെ അധികം. അല്ലാത്ത കുട്ടികളുടെയൊക്കെ അവസ്ഥ ഇവിടെ വളരെ ദയനീയമാണ്. ഞാനിന്നൊരു പയ്യനെ പരിചയപ്പെട്ടു, ഇവിടുന്ന് 22 കിലോമീറ്റർ അപ്പുറത്ത്. അവന് ബാങ്ക് അക്കൗണ്ട് നമ്പർ പോലും ഇല്ല. അത്ര ദയനീയമാണ് ഇവിടുത്തെ പിള്ളേരുടെ കാര്യമൊക്കെ. അത് അല്ലാത്ത കുട്ടികളുടെ കാര്യം. കാശ് കൊടുത്ത് കളിക്കുന്ന കുട്ടികളുടെ ഗ്രൗണ്ടാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. ഒരു സൈഡിൽ നല്ല ടോപ്പാണെങ്കിലും ഒരു സൈഡിൽ ഇങ്ങനെയാണെങ്കിലും വൺ സൈഡിൽ വളരെ കഷ്ടമാണ്. പറഞ്ഞാൽ സാധാരണ ജനത്തിന് വേറെ ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. കണ്ടില്ലേ, ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല, ഒരു മൊബൈൽ പോലും ഇല്ലാത്ത ധാരാളം ആൾക്കാരുള്ള സ്ഥലം കൂടിയാണ്. കാരണം ഇത് മെയിൻ സിറ്റി കഴിഞ്ഞാൽ എല്ലാവരും ദരിദ്രരുള്ള നാടാണ്. ഇവിടെ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. അതൊക്കെ ഒരു മോശമല്ല, പക്ഷെ നല്ല ഡെവലപ്പായി വരുന്നുണ്ട്. നമ്മൾ കേരളത്തിലേക്ക് 1900